സമാധി വിവാദത്തിൽപ്പെട്ട നെയ്യാറ്റിൻകര ആറാലുംമൂട് സ്വദേശി ഗോപന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. ഗോപന്റെ ഹൃദയവാൽവിൽ 2 ബ്ലോക്ക് ഉണ്ടായിരുന്നു. പ്രമേഹം ബാധിച്ച് കാലുകളിൽ മുറിവുണ്ടായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ഇതുൾപ്പെടെയുള്ള അസുഖങ്ങൾ മരണകാരണമായോ എന്നറിയണമെങ്കിൽ രാസപരിശോധനാ ഫലം ലഭിക്കേണ്ടതുണ്ട് എന്ന് ഡോക്ടർമാർ അറിയിച്ചു. അച്ഛൻ സമാധിയായെന്ന് പറഞ്ഞുകൊണ്ട് മക്കൾ പോസ്റ്റർ പതിപ്പിച്ചതോടെയാണ് ആറാലുംമൂട് സ്വദേശി ഗോപൻ വാർത്തകളിൽ നിറഞ്ഞത്. വീടിന് സമീപം ഗോപനെ മക്കൾ ചേർന്ന് സ്ലാബിട്ട് മൂടുകയായിരുന്നു. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാർ രംഗത്തെത്തിയതോടെയാണ് പോലീസ് വിഷയത്തിൽ ഇടപെട്ട് കേസ് രജിസ്റ്റർ ചെയ്തത്. ഗോപന്റെ മരണത്തിൽ അസ്വാഭാവികതയുണ്ടോ എന്നറിയാൻ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതുണ്ടായിരുന്നു. പോലീസും സബ് കളക്ടറുമടക്കം സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. ഗോപന്റെ മരണത്തിൽ അസ്വാഭാവികതയില്ല എന്നായിരുന്നു പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായത്. എന്നാൽ രാസപരിശോധനാ ഫലം പുറത്തു വന്നാൽ മാത്രമേ മരണത്തിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.